നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണാം കേട്ടോ. അങ്ങനെ ടിഷ്യൂ സിൽക്ക് സാരിയിൽ നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ പെറ്റൽസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്താണ് ഈ വർക്ക് ചെയ്യുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് എൻഡ് റിസൾട്ടിലും കാണാവേ. അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഏകദേശം ഈ ഒരു സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു 3/4 മണിക്കൂർ 1 hour എടുത്തിട്ടുണ്ടായിരുന്നു. അതുമല്ല, നമ്മൾ ഫ്രെയിം വെച്ചാണ് ഈ വർക്ക് ചെയ്തത്. എന്നാലേ നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് അത് ഡ്രൈ ആയതിനു ശേഷമേ നമുക്ക് അത് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും നമ്മളുടെ ടൈം അത്യാവശ്യം കൺസ്യൂമിങ് ആയിരുന്നേ. ഇതെല്ലാം വെറുതെ നിരത്തി വെച്ച ബോട്ടിലല്ലേ, ഇതെല്ലാം നമ്മൾ ഈ സാരിയിൽ പെയിൻറ്റ് ചെയ്ത് തീർന്നു പോയ പെയിൻറ്റിൻ്റെ ബോട്ടിൽസാണ്. അത്രയും കളേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 days കൊണ്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. മുന്താണിയുടെ പോർഷനും അതേപോലെ അപ്പർ ബോഡി പോർഷനുമാണ് നമ്മൾ ചെയ്തത്. അത്രയും തന്നെ ചെയ്ത് വന്നപ്പോൾ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എലഗൻ ലുക്കായിരുന്ന ഒരു വർക്കായിരുന്നു. അങ്ങനെ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അവസാനം എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഇത്തിരിച്ച പെയിൻ്റൊക്കെ ആയിട്ടുണ്ട്. സാരില്ല, നമുക്കത് കഴുകിയാൽ പൊയ്ക്കോളും. അപ്പോൾ ഇതിൻ്റെ എൻഡ് റിസൾട്ട് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.